പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. രാമന്റെ ജീവിതം, അതാണ് രാമന്റെ സന്ദേശം. സുഗ്രീവനുമായിട്ട് രാമൻ സന്ധി ചെയ്തു. അവർ തമ്മിലുണ്ടാക്കിയ ധാരണ ഇങ്ങനെയായിരുന്നു: തൻ്റെ ജ്യേഷ്ഠനാണെങ്കിൽ കൂടി തന്നെ ആട്ടി ഓടിച്ച് തൻ്റെ ഭാര്യയെ ബലമായി കൈപ്പിടിയിൽ ഒതുക്കിയ ആ ബാലിയെ നിഗ്രഹിക്കണം. തീർച്ചയായിട്ടും ചെയ്യാമെന്ന് രാമൻ വാക്കുകൊടുത്തു. പകരം സീതയെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് സുഗ്രീവനും അദ്ദേഹത്തിന്റെ സൈന്യവും സഹകരിക്കണം. ഇതായിരുന്നു. അങ്ങനെ ബാലിയെ വെല്ലുവിളിക്കുവാൻ പറയുകയാണ് രാമൻ സുഗ്രീവനോട്. അവിടെ ചെല്ലുന്നു, വെല്ലുവിളിക്കുന്നു. ബാലി ഓടി പുറത്തേക്ക് വരുന്നു, അതിഘോരമായി പ്രഹരിക്കുന്നു. ജീവരക്ഷാർത്ഥം സുഗ്രീവൻ വീണ്ടും ഓടിയിട്ട് എവിടെ ചെന്ന് കയറുന്നു? ഋഷ്യമുഖാജലത്തിൽ. അവിടെ ചോദിക്കുന്നുണ്ട്, എന്നെ തല്ലിക്കൊല്ലുന്നത് കാണുവാൻ വേണ്ടിയിട്ടാണോ വെല്ലുവിളിക്കാൻ പറഞ്ഞത് എന്ന്. അപ്പോൾ നിന്റെ ശക്തിയെക്കുറിച്ച് എനിക്കൊരു ബോധ്യം ഉണ്ടാവണം. ബാലിയുമായിട്ട് മൽപ്പിടുത്തം നടക്കുമ്പോൾ നിനക്ക് നിന്റെ ശക്തി കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റുമെങ്കിൽ മറ്റൊരാളുടെ സഹായം ആവശ്യം വരില്ലല്ലോ. ഇപ്പൊ എനിക്ക് ബോധ്യപ്പെട്ടു, നിന്നെ കൊണ്ട് മാത്രം പറ്റില്ല ബാലിയെ കീഴ്പ്പെടുത്തുവാൻ എന്നെനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് നീ ഒരിക്കൽ കൂടി പോയിട്ട് വെല്ലുവിളിക്കൂ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വീണ്ടും ചെല്ലുകയാണ് സുഗ്രീവൻ. ഈ സമയത്ത് താര പറയുന്നുണ്ട് ബാലിയോട്, തോറ്റോടിയ ശത്രു ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് വീണ്ടും വന്ന് വെല്ലുവിളിക്കുമ്പോൾ സൂക്ഷിക്കണം, എന്തോ ഒരു അപകടം പതിയിരിക്കുന്നു. പക്ഷെ ബാലി അത് കേട്ടില്ല. ഇതാണ് യോദ്ധാക്കളുടെ ഒരു ലക്ഷണവും അപലക്ഷണവും. യോദ്ധാവിനെ വെല്ലുവിളിക്കുമ്പോൾ യോദ്ധാവ് ചാടിപ്പുറപ്പെടും. ചാടിപ്പുറപ്പെട്ടാൽ അത് ചിലപ്പോൾ അയാളുടെ മരണത്തിന് തന്നെ കാരണമായി തീരും. അവിടെ യുക്തിയും ബുദ്ധിയും ഉപയോഗിക്കണം. ബാലിക്ക് ഇത് രണ്ടും ഉണ്ടായിരുന്നില്ല, ശക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത് വെല്ലുവിളിക്കുന്നത് എന്തോ അപകടത്തിനാണ് എന്ന് ഭാര്യയായ താരക്ക് ബോധ്യപ്പെട്ടു എങ്കിൽ കൂടിയും എടുത്തു ചാടുകയാണ് ബാലി. ആ യുദ്ധത്തിലാണ് ബാലി വധിക്കപ്പെടുന്നത്. ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ തോൽക്കുകയാണ് സുഗ്രീവൻ പലപ്പോഴും. എന്നാൽ ആവേശത്തോടുകൂടി പൊരുതുവാനും സുഗ്രീവൻ മുമ്പെങ്കുമില്ലാത്ത ഒരു ശക്തി സമ്പാദിച്ചുകൊണ്ട് രാമൻ തന്നെ രക്ഷിക്കുവാൻ എൻ്റെ പുറകിൽ ആളുണ്ട് എന്ന ബോധ്യത്തിൽ നിന്ന് വന്ന ഒരു ശക്തിയിൽ സുഗ്രീവൻ പടപൊരുതുന്നുണ്ട്. എന്നാൽ ഇത് സുഗ്രീവന്റെ മരണത്തിൽ കലാശിക്കുമെന്ന ഘട്ടമെത്തിയപ്പോഴാണ് രാമൻ പുറകിൽ നിന്നും അമ്പെയ്യുന്നതും അത് ബാലിയുടെ ഇടനെഞ്ചിൽ തറക്കുന്നതും ബാലി താഴെ വീഴുന്നതും. നമ്മുടെ നാട് ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് രാമനെ വിമർശിക്കുവാൻ ബാലിയെ പിറകിൽ നിന്നും അമ്പെയ്ത് കൊന്നവൻ രാമൻ. രാമോ വിഗ്രഹവാൻ ധർമ്മ, ധർമ്മത്തിന്റെ പ്രതീകമായ രാമൻ ഈ തോന്നിയാസം ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നു. അവിടെ ബാലിക്കൊരു വരം കിട്ടിയിട്ടുണ്ട്. ആരാണോ മുഖാമുഖം ബാലിയോട് ഏറ്റുമുട്ടുന്നത് അവരുടെ ഒന്നാമത്തെ യുദ്ധത്തിന് പാതിശക്തിയും രണ്ടാമത്തെ യുദ്ധം നടക്കുമ്പോഴേക്ക് മുഴുവൻ ശക്തിയും പോവും. എങ്കിൽ രാമൻ ഒന്നാമത്തെ ബാണം വെയ്യുമ്പോൾ പാതിശക്തി പോവും, രണ്ടാമത്തെ ബാണത്തിന് മുഴുവൻ ശക്തിയും രാമൻ്റേത് പോവും. ഒരൊറ്റ അടിക്ക് രാമനെ ബാലി കൊല്ലും. ഇവിടെ രാമൻ ബുദ്ധി പ്രയോഗിച്ചു. ഒന്ന്, ബാലി കൊല്ലപ്പെടേണ്ട ആളാണ്, കാരണം അധർമ്മിയാണ്. ഒരാളോടും ഒരിക്കലും ചെയ്യുവാൻ പാടില്ലാത്ത അനുജനെ തല്ലി ഓടിച്ചുകൊണ്ട് അനുജന്റെ ഭാര്യയെ ബലാത്കാരേണ വിവാഹം ചെയ്തവൻ, അവൻ മരണത്തിന് അർഹനാണ്. അവനെ കൊല്ലുവാൻ പറ്റുന്നത് നേരെയുള്ള യുദ്ധത്തിന് സാധ്യമല്ല. അവിടെ ഒളിഞ്ഞിരിക്കണം. എങ്കിൽ അവന്റെ ശക്തി നമുക്ക് നഷ്ടപ്പെടാതെ അവനെ കൊല്ലുവാൻ കഴിയും. യുദ്ധം ചെയ്യുന്നവന്റെ ശക്തി നഷ്ടപ്പെടാതെ കൊല്ലുവാൻ കഴിയും. ഇതേ രാമൻ ചെയ്തിട്ടുള്ളൂ. ഈ ചോദ്യം രാമനോട് ചോദിക്കുന്നുണ്ട് ബാലി. രാമ, നിങ്ങളിത് ചെയ്യാൻ പാടുണ്ടോ? അവിടെ തൃപ്തികരമായ മറുപടി കൊടുക്കുന്നുമുണ്ട് രാമൻ. ബാലി നിന്നെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചതല്ല, പക്ഷെ മറ്റെന്തും സഹിക്കാമായിരുന്നു. ഇത് നിന്നെ മരണാർഹനാക്കി. സുഗ്രീവൻ സത്യം പറയുവാൻ വേണ്ടി പലപ്പോഴും പരിശ്രമിച്ചു, നീ അതിന് ചെവി കൊടുത്തില്ല. തൻ്റെ ജ്യേഷ്ഠൻ ഗുഹയ്ക്കുള്ളിൽ വെച്ച് മരിച്ചുപോയി രാക്ഷസനുമായുള്ള യുദ്ധത്തിൽ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഗുഹയുടെ കവാടം അടച്ചതാണ്. അതിനെ നീ മനസ്സിലാക്കുവാൻ പരിശ്രമിച്ചില്ല. എല്ലാ കാര്യങ്ങളും മരണാസന്നായി കിടക്കുമ്പോഴാണ് ബാലി ഉൾക്കൊള്ളുന്നത്. ഇത് വലിയൊരു തത്വമാണ്. നമ്മുടെ ജീവിതം അതിൻ്റെ അന്ത്യഘട്ടത്തിൽ എത്തുമ്പോൾ നമുക്ക് വലിയ ആശയങ്ങളും കാര്യങ്ങളും വന്നിട്ട് ഒരു പ്രയോജനം അതുകൊണ്ടില്ല.
നമ്മുടെ ശരീരത്തിൽ നല്ല ആരോഗ്യമുള്ളപ്പോൾ നമുക്ക് എന്ത് ചെയ്യുവാൻ പറ്റും എന്നുള്ളതാണ് നമ്മെ ശ്രേഷ്ഠമാക്കി തീർക്കുന്നത്. കാലം കഴിഞ്ഞു പോയി, 10-70 വയസ്സായി, ശരീരം ഒന്നിനും അനുവദിക്കുന്നില്ല, വലിയ വലിയ ആശയം മനസ്സിലുണ്ട്, ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ഒരു പ്രയോജനവും ഇല്ല എന്ന് പറയുന്നില്ല. എന്നാൽ യുവാവായി കിടക്കുമ്പോഴുള്ള ആശയത്തിന്റെ പ്രയോജനം നമുക്ക് പ്രായമാകുമ്പോൾ ശരീരം പലപ്പോഴും അനുവദിക്കില്ല. ബാലിക്ക് സുഗ്രീവനെ ഒന്ന് കേൾക്കാമായിരുന്നു. എന്താണ് പറയാനുള്ളത്? അന്ന് കേട്ടെങ്കിൽ ഈ മണ്ണിൽ ഇങ്ങനെ നെഞ്ചിൽ അമ്പ് തറച്ച് മരണാസന്നായി കിടക്കുമായിരുന്നില്ല. കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ തൻ്റെ തെറ്റ് പൂർണ്ണമായും മനസ്സിലാക്കിയ ബാലി തൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആ വിശിഷ്ട ശക്തിയുള്ള മാല അഴിച്ചിട്ട് മകനായ അംഗദൻ തൊട്ടു മുന്നിലുണ്ട്. അംഗദന്റെ കഴുത്തിലല്ല ഇട്ടത് സുഗ്രീവന്റെ കഴുത്തിലാണ്. സുഗ്രീവനോട് ക്ഷമ ചോദിക്കുന്നു കണ്ണീർ തൂകിക്കൊണ്ട്. എന്നിട്ട് അംഗദനെ അടുത്ത് വിളിച്ചിട്ട് പറയുന്നു, അംഗദ മകനെ, രാജാവ് ഇളയച്ചനാണ്, ഇളയച്ചനെ അച്ഛനെ പോലെ അനുസരിക്കണം. നോക്കൂ, എത്ര മനോഹരമായ രംഗമാണത് രാമായണത്തിലേത്. തൻ്റെ തെറ്റുകൾ പരിപൂർണമായി ബോധ്യപ്പെട്ടുകൊണ്ട് തെറ്റ് തിരുത്തുകയാണ് മരണത്തിന്റെ തൊട്ട് മുമ്പ് ബാലി. തൻ്റെ അനുജനെ മനസ്സിലാക്കുവാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ. ജ്യേഷ്ഠന്റെ തലയെടുത്തിട്ട് അനുജൻ തൻ്റെ മടിയിൽ വെക്കുകയാണ്. വികാരഭരിതമാണ് ആ രംഗം. എന്നിട്ട് ജ്യേഷ്ഠനോട് മാപ്പ് പറയുകയാണ്. അപ്പൊ പറയുകയാണ്, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല, തെറ്റ് മുഴുവൻ എന്റേതാണ് സുഗ്രീവ, അതുകൊണ്ട് മോൻ അംഗദനെ നോക്കണം എന്ന് പറയുന്നു. അംഗദനോട് മകനോട് പറയുന്നു, ഇളയച്ചൻ അനുസരിക്കണം, ഇളയച്ചൻ രാജാവായിരിക്കുമെന്ന്. ഇങ്ങനെ മഹത്വം ഉദാത്തവുമായ രംഗങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ തെറ്റുകളെ മനസ്സിലാക്കുകയും അതിൽ പ്രായശ്ചിത്തം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. അവിടെയാണ് ജീവിതത്തിലെ ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിലെ കുറ്റങ്ങളും കുറവുകളും തെറ്റുകളും കണ്ടെത്തി അത് മനസ്സിലാക്കി പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയുമെങ്കിൽ നമുക്ക് ബാലിയുടെ അവസ്ഥ ഉണ്ടാകുന്നില്ല എന്നാണ് ഈ തത്വവിചാരത്തിലൂടെ വാൽമീകി മഹർഷി നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് മറ്റൊരു തത്വവിചാരം നാളെ തുടരാം. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ജയിക്കട്ടെ. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.